Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363 364 2025 ഈ ഒരു പോസ്റ്റിന്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഈ മാസം 25-ാം തീയതിയാണ് എക്സാം നടക്കാൻ പോകുന്നത്. സോ നമ്മൾ ഡെയിലി MCQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ടിംഗ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അത് മാത്രമല്ല, ലാസ്റ്റ് മൊമെന്റിൽ ഇനി നിങ്ങൾക്കൊരു എഡ്ജ് ലഭിക്കാൻ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് MCQ പ്രാക്ടീസസും മോക്ക് ടെസ്റ്റും ആണ്. സോ നമ്മൾ 3 ബാച്ചസ് ഇപ്പോൾ നമ്മുടെ ആപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്പർ 1 മോക്ക് ടെസ്റ്റ് മാത്രം വേണ്ടവർക്ക് ആ ഒരു ബാച്ച് ഏകദേശം നിങ്ങൾക്ക് 10 മുതൽ 15 മോക്ക് ടെസ്റ്റ് വരെ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. നമ്പർ 2 10 മൊഡ്യൂളിൻ്റെയും MCQs പ്ലസ് അതിൻ്റെ PDF, ലൈവ് ഡിസ്കഷൻ, ദെൻ മോക്ക് ടെസ്റ്റ്. അപ്പോൾ MCQ മോക്ക് ടെസ്റ്റിന് കൂടിയിട്ടുള്ള ബാച്ച്, ദെൻ ക്രാഷ് ബാച്ച്. അപ്പോൾ ഇതിൽ ഏത് ബാച്ചിലാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളതെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ദെൻ ബൂസ്റ്റർ മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒറ്റ മോക്ക് ടെസ്റ്റ് വെറും 100 rupees നമ്മുടെ ആപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് ചെക്ക് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് അതും ചെക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. സോ ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള നെക്സ്റ്റ് ഒരു 5 ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്. റിസീവബിൾസ് മാനേജ്മെന്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 3 സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ദ പ്രൈമറി ഗോൾ ഓഫ് ക്രെഡിറ്റ് മാനേജ്മെന്റ് ഈസ് ടു മാക്സിമൈസ് സെയിൽസ് റിഗാർഡ്ലെസ് ഓഫ് ദ കളക്ഷൻ റിസ്ക്. നമ്പർ 2, ഏജിംഗ് ഷെഡ്യൂൾ ഈസ് എ ടൂൾ യൂസ് ടു മോണിറ്റർ the duration for which receivables have been outstanding. Number 3, factoring involves selling accounts receivable to a third party to speed up cash flow. ഇതാണ് 3 സ്റ്റേറ്റ്മെന്റ്സ്. 1 and 2, 2 and 3, 1 and 3, all of the above. നോക്കാം നമുക്ക്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കണം നോക്കിയേ. റിസീവബിൾസ് മാനേജ്മെന്റിന്റെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് ഈസ് ടു മാക്സിമൈസ് സെയിൽസ് എന്നാണ് പറയുന്നത്, റിഗാർഡ്ലെസ് ഓഫ് ദ കളക്ഷൻ റിസ്ക്. തെറ്റല്ലേ? റിസീവബിൾസ് മാനേജ്മെന്റിന്റെ മെയിൻ എയിം എന്താ? പ്രോഫിറ്റ് കൂട്ടണം. 2 കാര്യങ്ങളെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം, പ്രോഫിറ്റബിലിറ്റിയും ലിക്വിഡിറ്റിയും. സോ നമ്മൾ ക്രെഡിറ്റിന് കാര്യങ്ങൾ കൊടുക്കണം, ബട്ട് ക്രെഡിറ്റ് പീരീഡ് വല്ലാണ്ട് കൂടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ലിക്വിഡിറ്റിനെ ബാധിക്കും. നമ്മൾ അത്രത്തോളം ക്രെഡിറ്റ് പീരീഡ് കൊടുത്തിട്ടില്ല, പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ അവിടെ എന്തുണ്ടാവും? അത് പ്രോഫിറ്റബിലിറ്റിനെയും ബാധിക്കും. സോ അവിടെ റിസ്ക് നമ്മൾ പ്രോപ്പറായിട്ട് പരിഗണിച്ച് ദർ റിക്വയർഡ് എ ബാലൻസ് ബിറ്റ്വീൻ പ്രോഫിറ്റബിലിറ്റി ആൻഡ് ലിക്വിഡിറ്റി. അതാണ് റിസീവബിൾസ് മാനേജ്മെന്റിന്റെയും. അതല്ലാണ്ട് റിസ്ക് നോക്കാണ്ട് എങ്ങനെയെങ്കിലും സെയിൽസ് മാക്സിമൈസ് ചെയ്യലല്ല എയിം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അതുകൊണ്ട് തന്നെ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. Number 2, aging schedule is a tool used to monitor the duration for which receivables have been outstanding. കറക്റ്റ് ആണ്. നമുക്കിനി എത്രത്തോളം ഓരോ കസ്റ്റമേഴ്സും പൈസ തരാനുണ്ട്, ഡിലേ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടൂളാണ് ഏജിങ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് കേട്ടോ. നമ്പർ 3, ഫാക്ടറിംഗ് ഇൻവോൾവ്സ് സെല്ലിംഗ് അക്കൗണ്ട്സ് റിസീവബിൾ ടു എ തേർഡ് പാർട്ടി ടു സ്പീഡ് അപ്പ് ക്യാഷ് ഫ്ലോ. കറക്റ്റ് ആണ് മറ്റൊരു സ്റ്റേറ്റ്മെന്റ്. എന്താണ് ഫാക്ടറിംഗ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ഇപ്പം നമ്മുടെ കയ്യിൽ അക്കൗണ്ട്സ് റിസീവബിൾസ് ഉണ്ടായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ തരാനുള്ള ആൾക്കാരുടെ അല്ലേ ഒരു എഗ്രിമെൻ്റ് ആണത്. സോ അത് നമുക്ക് കയ്യിൽ ക്യാഷ് ആക്കി മാറ്റാൻ സാധിക്കുന്നത് ചിലപ്പോൾ 30 ദിവസം കഴിഞ്ഞിട്ടോ 60 ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 45 ദിവസം കഴിഞ്ഞിട്ടോ ഒക്കെ ആയിരിക്കും. സ്ഥാപനത്തിൽ പെട്ടെന്ന് അവിടെ പൈസ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ അക്കൗണ്ട്സ് റിസീവബിൾ ഒരു തേർഡ് പാർട്ടിക്ക്, അതിനെ പറയും ഫാക്ടർ, തേർഡ് പാർട്ടിക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും ഡിസ്കൗണ്ടിന്. സോ നമുക്ക് ഇമ്മീഡിയറ്റ് ക്യാഷ് ഫ്ലോ അവിടെ കിട്ടുന്നു. സോ സ്ഥാപനത്തിൽ പെട്ടെന്ന് തന്നെ അവിടെ പൈസ കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങൾ കുറച്ചും കൂടിയും ബെറ്റർ ആയിട്ട് നടക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഫണ്ട് പ്രോപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഫാക്ടറിംഗ് എന്ന് പറയുന്നത്. അക്കൗണ്ട്സ് റിസീവബിൾ ഒരു തേർഡ് പാർട്ടിക്ക് വിറ്റ് പൈസയാക്കാൻ സാധിക്കുന്നുള്ളതാണ്. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ 2ഉം 3ഉം ആണ് കറക്റ്റായിട്ട് ഒരു ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. So that's about question number 6. Moving to question number 7 related with inventory management. Question idana. Economic order quantity EOQ is the point where ordering cost and carrying cost are equal. Number 2, ABC analysis categorizes inventory based on the physical volume of items stored. Number 3, JIT just-in-time systems aim to minimize inventory levels to reduce carrying cost. Only 1 and 2, 1 and 3, 2 and 3, all of the above. നോക്കാം നമുക്ക്. സോ ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഈസി സ്റ്റേറ്റ്മെന്റാ. EOQ എന്ന് പറഞ്ഞാൽ എന്താ?
ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ദ പോയിന്റ് വേർ ഓർഡറിങ് കോസ്റ്റ് ആൻഡ് ക്യാരിങ് കോസ്റ്റ് ആർ ഈക്വൽ. നമുക്കറിയുന്നതാണ് ഓർഡറിങ് കോസ്റ്റും ക്യാരിങ് കോസ്റ്റ് ആണ് നമുക്ക് വരുന്ന ഇൻവെന്ററി മാനേജ്മെന്റിലെ രണ്ട് മെയിൻ കോസ്റ്റുകൾ. ഇത് ഏറ്റവും മിനിമം ലെവലില് അല്ലേ, ഈക്വൽ ലെവലില് മിനിമം ലെവലില് വരുന്ന പോയിന്റ് ആണ് EOQ എന്ന് പറയുന്നത്. എത്രത്തോളം ക്വാണ്ടിറ്റി നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴാണ് ഓർഡറിങ് കോസ്റ്റും ക്യാരിങ് കോസ്റ്റും ഏറ്റവും മിനിമം ലെവലിലോട്ട് വരുന്നത്, അതിനെയാണ് EOQ എന്ന് പറയാം. ഈക്വൽ ആവുന്നത് അല്ലെങ്കിൽ മിനിമം ലെവലിലോട്ട് വരുന്നത് അതിനെയാണ് EOQ എന്ന് പറയാം. സോ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. നമ്പർ 2, ABC analysis categorizes inventory based on the physical volume of items stored. അത് തെറ്റല്ലേ? ഫിസിക്കൽ വോളിയത്തിന്റെ ബേസിൽ ഐറ്റംസ് സ്റ്റോർ ചെയ്യുന്നതിനല്ല ABC എന്ന് പറയാം. നമുക്കറിയുന്നതാണ് ABC അനാലിസിസിൽ എന്താ, വാല്യൂന്റെ ബേസിൽ, ഐറ്റംസിന്റെ വാല്യൂന്റെ ബേസിൽ നമ്മൾ പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ ഐറ്റംസിനെ 3 കാറ്റഗറൈസ് ചെയ്യുന്നു. ABC. A എന്ന് പറയുമ്പോൾ ഏറ്റവും ഹൈ ക്വാളിറ്റി അല്ലെങ്കിൽ ഹൈ എക്സ്പെൻസീവ് ആയിട്ടുള്ള അല്ലെ ഐറ്റംസ്. B എന്ന് പറയുമ്പോൾ മോഡറേറ്റ്, C എന്ന് പറയുമ്പോൾ ലോ. അങ്ങനെ ഐറ്റംസിന്റെ വാല്യൂന്റെ ബേസിലാണ് നമ്മൾ ABC അനാലിസിസിൽ കാറ്റഗറൈസേഷൻ നടത്തുന്നത്. ഇവിടെ പറയുന്നത് ഫിസിക്കൽ വോളിയത്തിന്റെ ബേസിൽ ഐറ്റംസ് സ്റ്റോർ ചെയ്യണമെന്നുള്ളതാണ്. അത് തെറ്റാണ്. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്പർ 3, JIT systems aims to minimize inventory levels to reduce carrying cost. കറക്റ്റ് ആണ്. JITയുടെ മെയിൻ എയിം അതാ, ഇൻവെന്ററി ക്യാരിങ് കോസ്റ്റ് 0ലേക്ക് എത്തിക്കലാണ്. നമുക്ക് എപ്പോഴാണ് ഓർഡർ കിട്ടുന്നത് പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, അപ്പോൾ മാത്രം സാധനങ്ങൾ എടുക്കുക, പ്രൊഡ്യൂസ് ചെയ്യുക, കൊടുക്കുക, ജസ്റ്റ് ഇൻ ടൈം. നമ്മൾ പരമാവധി ക്യാരി ചെയ്യാണ്ടിരിക്കുക. അങ്ങനെ ക്യാരിങ് കോസ്റ്റ് 0ലേക്ക് എത്തിക്കലാണ് JITയുടെ മെയിൻ എയിം. കറക്റ്റ് ആണ്. അപ്പോൾ 1ഉം 3 ആണ് കറക്റ്റ് ആയിട്ട് വരെ. ഓപ്ഷൻ B ആണ് ആൻസർ. Moving to question number 8, related with dividend policy fundamentals. A stock split increases the total par value of the company's equity. Number 2, dividend payout ratio is the percentage of earnings paid out to shareholders as dividends. Number 3, retained earnings are considered an internal source of financing that carries no cost. Only 1, only 2, then 2 and 3, all of the above. നോക്കാം നമുക്ക്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് എന്താ, സ്റ്റോക്ക് സ്പ്ലിറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. എ സ്റ്റോക്ക് സ്പ്ലിറ്റ് ഇൻക്രീസസ് ദ ടോട്ടൽ പാർ വാല്യൂ ഓഫ് ദ കമ്പനീസ് ഇക്വിറ്റി. തെറ്റല്ലേ? സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറയുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്, നമ്പർ ഓഫ് ഷെയർസ് കൂടും. ഇപ്പോൾ ഒരു ഷെയർ ഉണ്ടായിരുന്നു, അതിന് ഒരെണ്ണത്തിന് 10 രൂപയാണെന്ന് വയ്ക്കുക. കമ്പനി അത് സ്പ്ലിറ്റാക്കി 2 ഷെയർ ആക്കി. അപ്പോൾ ഇപ്പോൾ ഒരു ഷെയർ ഉള്ളതിന് പകരം ഒരു ഷെയർ ഉള്ള ആൾക്ക് ഇപ്പോൾ എത്ര ഷെയർ കിട്ടിയിട്ടുണ്ടാവും, 2 ഷെയർ കിട്ടിയിട്ടുണ്ടാവും. ഒരു ഷെയറിൻ്റെ വില 5 രൂപയായിട്ട് മാറി. ടോട്ടൽ എത്രയാ, 10 രൂപ തന്നെ. അപ്പോൾ ഇതാണ് സ്റ്റോക്ക് സ്പ്ലിറ്റിൽ സംഭവിക്കുന്നത്. അപ്പോൾ സ്റ്റോക്ക് സ്പ്ലിറ്റ് സംഭവിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ടോട്ടൽ പാർ വാല്യൂ ഓഫ് ദ കമ്പനീസ് ഇക്വിറ്റിയിൽ എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ? 10 തന്നെയാ. ഇവിടെ എന്താ പറയുന്നത്, സ്റ്റോക്ക് സ്പ്ലിറ്റ് സംഭവിക്കുമ്പോൾ ടോട്ടൽ പാർ വാല്യൂ ഓഫ് ദ കമ്പനീസ് ഇക്വിറ്റി ഇൻക്രീസസ് എന്നാണ് പറയണത്. അത് തെറ്റല്ലേ? അവിടെ ആ കൂടിയിട്ട് സംഭവിക്കുന്നത് എന്താ, നമ്പർ ഓഫ് ഷെയർസ് കൂടി, ടോട്ടൽ പാർ വാല്യൂ അത് തന്നെ വരും, പെർ ഷെയർ കുറയും ചെയ്യും. 10 ഉള്ളത് 5 ആയിട്ട് കുറഞ്ഞു. ഇതാണ് സംഭവിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമ്പർ 2, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ഏർണിങ്സ് പെയ്ഡ് ഔട്ട് ടു ഷെയർ ഹോൾഡേഴ്സ് ആസ് ഡിവിഡൻസ്. കറക്റ്റ് ആണ്. അതിനല്ല ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയാം. കിട്ടുന്ന നെറ്റ് ഇൻകത്തിൽ എത്രത്തോളം നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നുണ്ട്, അതാണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോയുടെ കൺസെപ്റ്റ്. ശരിയാണ്. നമ്പർ 3, റീറ്റെയിൻഡ് ഏർണിങ്സ് ആർ കൺസിഡേർഡ് ആൻ ഇന്റേണൽ സോഴ്സ് ഓഫ് ഫിനാൻസിങ് ദാറ്റ് ക്യാരീസ് നോ കോസ്റ്റ്. അത് തെറ്റാണ്. റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുമ്പോൾ സ്ഥാപനത്തിൽ നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് കീപ്പ് ചെയ്ത് വെക്കുന്ന എമൗണ്ട് ആണ്. ശരിയാണ്. ഇന്റേണൽ സോഴ്സ് ഓഫ് ഫിനാൻസാ എന്ന് വിചാരിച്ചിട്ട് നോ കോസ്റ്റ് അല്ല. ഇത് ഷെയർ ഹോൾഡേഴ്സിന്റെ പൈസയാ, ഷെയർ ഹോൾഡേഴ്സിനുള്ളതാ. സോ അവര് എക്സ്പെക്ട് ചെയ്യും. ഷെയർ ഹോൾഡേഴ്സിനുള്ള പൈസ ആയതുകൊണ്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സ് വിചാരിക്കുന്നത് എന്താ, ഈ ക്രിയേറ്റ് ചെയ്ത് സ്ഥാപനത്തിനുള്ളിൽ തന്നെ മാറ്റി വെക്കുന്നത് സ്ഥാപനത്തിൽ അവർ വീണ്ടും മറ്റ് പ്രോജക്റ്റിലോട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല റിട്ടേൺ കിട്ടും എന്നാണ് അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത്. സോ അവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്. നമ്മൾ റിട്ടേൺ ഏർണിങ്സിൻ്റെ കേസിൽ പറയും KE, കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയുടെ അതേ റേറ്റ് തന്നെയാണ് നമ്മൾ റിട്ടേൺ ഏർണിങ്സിന് കൊടുക്കാറ് അല്ലേ. അപ്പോൾ റിട്ടേൺ ഏർണിങ്സ് എന്ന് പറയുന്നത് നോ കോസ്റ്റ് അല്ല, അവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്. ഷെയർ ഹോൾഡേഴ്സ് വിൽ എക്സ്പെക്ട് സംതിങ്, നോട്ട് ജസ്റ്റ് സംതിങ്. ഇവര് നല്ല രീതിയിൽ എക്സ്പെക്ട് ചെയ്യും, ജസ്റ്റ് സംതിങ് അല്ല. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും
കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയുടെ അത് തന്നെ നമ്മൾ റിട്ടേൺ ഏർണിങ്സിൻ്റെ കോസ്റ്റായിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, രണ്ടാമത്തെ മാത്രമാണ് കറക്റ്റായിട്ട് വരാം. ഓപ്ഷൻ ബി ആണ് ആൻസർ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 9. അടുത്തൊരു ചോദ്യത്തിലോട്ട് കിടക്കാം. ചോദ്യം ഇതാണ്: റിലേറ്റഡ് വിത്ത് ഫോംസ് ഓഫ് ഡിവിഡൻഡ്. സ്ക്രിപ്റ്റ് ഡിവിഡൻഡ്സ് are paid in the form of promissory notes when the company has temporary cash shortages. Number 2, property dividends involve distributing assets other than cash to shareholders. Number 3, bonus shares, stock dividends result in an immediate cash outflow for the company. 1 and 2, 2 and 3, 1 and 3, all of the above. നോക്കാം നമുക്ക്. Script dividends are paid in the form of promissory notes when the company has ടെമ്പററി ക്യാഷ് ഷോർട്ടേജസ്. കറക്റ്റ് അല്ലേ? അതിനാണ് നമ്മൾ സ്ക്രിപ്റ്റ് ഡിവിഡൻഡ് എന്ന് പറയാം. പ്രോമിസറി നോട്ട് കൊടുക്കുകയാണ്, നമ്മുടെ കയ്യിൽ പൈസ ഷോർട്ടേജ് വരുമ്പോൾ അല്ല ഫ്യൂച്ചറിൽ നമ്മൾ പേ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള പ്രോമിസറി നോട്ട് കൊടുക്കുന്നു. അതിനെയാണ് സ്ക്രിപ്റ്റ് ഡിവിഡൻഡ് എന്ന് പറയാം. ശരിയാണ്. നമ്പർ 2, പ്രോപ്പർട്ടി ഡിവിഡൻഡ്സ് ഇൻവോൾവ്സ് ഡിസ്ട്രിബ്യൂട്ടിങ് അസെറ്റ്സ് അതർ ദാൻ ക്യാഷ് ടു ഷെയർ ഹോൾഡേഴ്സ്. അതും കറക്റ്റാണ്. അതിനല്ലേ അസെറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അതർ ദാൻ ക്യാഷ്, അതിനെയാണ് നമ്മൾ പ്രോപ്പർട്ടി ഡിവിഡൻഡ് എന്ന് പറയാം. ശരി. Then bonus shares result in an immediate cash outflow for the company. അത് തെറ്റല്ലേ? ബോണസ് ഷെയർസ് എന്ന് പറയുമ്പോൾ അവിടെ ഷെയർ ആണ് കൊടുക്കുന്നത്, ക്യാഷ് പോകുന്നില്ല അല്ലേ? ക്യാഷിന് പകരം നമ്മൾ എന്ത് കൊടുക്കുകയാണ്? ഷെയർ ആണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഇമ്മീഡിയറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ നടക്കുന്നില്ല, ഇവിടെ നടക്കുന്നു എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. അപ്പോൾ 1 ഉം 2 ആണ് കറക്റ്റായിട്ട് വരാം. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, നമുക്ക് എന്നൊരു ചോദ്യം കൂടിയും ഡിസ്കസ് ചെയ്ത് അവസാനിപ്പിക്കാം. ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് പോളിസി, അതിനെ റിലേറ്റ് ചെയ്തുള്ളൊരു ചോദ്യം. എ സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി മീൻസ് പേയിങ് എ ഫിക്സ്ഡ് എമൗണ്ട് പെർ ഷെയർ എവറി ഇയർ. നമ്പർ 2, എ കോൺസ്റ്റന്റ് പേ ഔട്ട് റേഷ്യോ മീൻസ് ദ ഡിവിഡൻഡ് എമൗണ്ട് ഫ്ലക്ച്വേറ്റ്സ് വിത്ത് ദ കമ്പനീസ് ഏർണിംഗ്സ്. നമ്പർ 3, എ റെസിജ്വൽ ഡിവിഡൻഡ് പോളിസി പ്രയോറിറ്റൈസസ് ഫണ്ടിങ് ഓൾ പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്ട്സ് ബിഫോർ പേയിങ് ഡിവിഡൻഡ്സ്. 1 and 2, 2 and 3, 1 and 3, all of the above. നോക്കാം നമുക്ക്. നമ്പർ 1, ഈ സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി മീൻസ് പേയിങ് എ ഫിക്സ്ഡ് എമൗണ്ട് പെർ ഷെയർ എവറി ഇയർ. കറക്റ്റ് അല്ലേ? അതിനല്ലേ നമ്മൾ സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി എന്ന് പറയാം. കൊടുക്കുന്ന ഫിക്സ്ഡ് എമൗണ്ട് പെർ ഷെയറിൽ എല്ലാ വർഷവും പ്രോപ്പറായിട്ട് കൊടുക്കുക. സോ ഇവിടെ സ്റ്റെബിലിറ്റി ഉണ്ട്, സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി. നമ്പർ 2, എ കോൺസ്റ്റന്റ് പേ ഔട്ട് റേഷ്യോ മീൻസ് ദ ഡിവിഡൻഡ് എമൗണ്ട് ഫ്ലക്ച്വേറ്റ്സ് വിത്ത് ദ കമ്പനീസ് ഏർണിങ്സ്. കറക്റ്റ് ആണ്. എന്താ കോൺസ്റ്റന്റ് പേ ഔട്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് കൂടിക്കഴിഞ്ഞാൽ ആ പ്രോഫിറ്റിൻ്റെ ഇപ്പോൾ 10% ആവാം, കുറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ എമൗണ്ടിൻ്റെ 10%. അപ്പോൾ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ കോൺസ്റ്റന്റ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയുമ്പോൾ അതാണ്, ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, പെർസെൻറ്റേജ് ഫിക്സഡ് ആയിരിക്കും. ഇപ്പോൾ 10 ലക്ഷം ആകുമ്പോൾ ആയിരുന്ന സമയത്ത് 10 ലക്ഷത്തിൻ്റെ ആ ബേസിൽ ഇത്ര പെർസെൻറ്റേജ്, 8 ലക്ഷമായിട്ട് കാര്യങ്ങൾ എമൗണ്ട് കുറഞ്ഞു, പ്രോഫിറ്റ് കുറഞ്ഞെങ്കിൽ അതനുസരിച്ചിട്ട് അപ്പോൾ ആ പെർസെൻറ്റേജ് ഫിക്സഡാ. 8 ലാഖിൻ്റെ ഇത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ 10 ലാഖിൻ്റെ ഇത്ര പെർസെൻറ്റേജ്. അപ്പോൾ എമൗണ്ടിൽ വ്യത്യാസം സംഭവിച്ചുകൊണ്ടിരിക്കും, ബട്ട് ആ പെർസെൻറ്റേജ് കറക്റ്റ് ആയിരിക്കും. അതാണ് കോൺസ്റ്റന്റ് പേ ഔട്ട് റേഷ്യോ. എമൗണ്ട് ഫ്ലക്ച്വേറ്റ്സ് വിത്ത് ദ കമ്പനീസ് ഏർണിങ്സ്. ഏർണിങ്സിൽ വരുന്ന വ്യത്യാസം അനുസരിച്ചിട്ട് എമൗണ്ടിലും വ്യത്യാസം വരും. കറക്റ്റ്. നമ്പർ 3, എ റെസിജ്വൽ ഡിവിഡൻഡ് പോളിസി പ്രയോറിറ്റൈസസ് ഫണ്ടിങ് ഓൾ പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്ട്സ് ബിഫോർ പേയിങ് ഡിവിഡൻഡ്സ്. കറക്റ്റ് അല്ലേ? റെസിജ്വൽ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എല്ലാ പ്രോജക്റ്റുകളിലോട്ടുള്ള എമൗണ്ടിന് പൈസ എടുത്ത് ബാക്കിയുള്ളത് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നു. അതുകൊണ്ടാണ് അതിനെ റെസിജ്വൽ ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. പ്രയോറിറ്റൈസസ് ഫണ്ടിങ് ഓൾ പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്ട്സ്. പ്രോജക്റ്റിലോട്ടൊക്കെ പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്യുന്നു ഫണ്ട്, അതിന് ശേഷം ബാലൻസ് ഉള്ളത് മാത്രം ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നു. അതുകൊണ്ടാണ് അതിനെ റെസിജ്വൽ ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. കറക്റ്റാണ്. അപ്പോൾ 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ബേസ് ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ എല്ലാ ദിവസവും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക, MCQs കൺസെപ്റ്റൽ ക്ലാരിറ്റി ഉണ്ടാക്കുക. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ജോയിൻ ചെയ്യുക. മോക്ക് ടെസ്റ്റ് നിർബന്ധമായും ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ മോക്ക് ടെസ്റ്റ് കൊടുക്കുന്നുണ്ട്, MCQs പ്രാക്ടീസ് ചെയ്യുക, ക്ലാസ്സസ് കേൾക്കുക. നമ്മുടെ ആപ്പിലൂടെ ഇതൊക്കെ അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ലാസ്റ്റ് മൊമെന്റിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് നേടാൻ സാധിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.